نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ആദരവ് നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്നത് അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ ഉത്തമ സ്വഭാവ ഗുണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം എന്നിങ്ങനെ സ്വഭാവ ഗുണങ്ങളെ വിവരിക്കുന്നത് ധാരാളമായി പ്രമാണങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. മൂന്നാം അധ്യായം സൂറത്ത് ആല ഇംറാൻ 159 ആയത്ത് അല്ലാഹു തആല പറയുന്നു فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. അല്ലാഹു വിളിക്കുകയാണ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. താങ്കൾ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എന്താ? കാരുണ്യമുള്ള സ്വഭാവമാണ്. ഈ സ്വഭാവത്തെ വിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു തൗബ 128 ആയത്ത് എന്താണ് അല്ലാഹു പറയുന്നത്? لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. തീർച്ചയായും നിങ്ങൾക്കിതാ, അല്ലാഹു പറയാം, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതൻ, അല്ലാഹുവിന്റെ റസൂല് വന്നിരിക്കുന്നു. എന്താണ് ആ റസൂലിന്റെ വിശേഷണങ്ങൾ, സിഫത്തുകൾ എന്താണ്? നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവരാണ്, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരാണ്, സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിച്ച ഈ ഗുണങ്ങൾ മുഴുവനും ഓതി കേൾപ്പിക്കുന്നതാരാ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശദീകരണമായി തിരുസുന്നത്ത് നമ്മുടെ മുന്നിൽ, അതും ആരുടേതാണ്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഖുതുബയിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതത്തിൽപ്പെട്ട ചില സംഭവങ്ങളും പ്രത്യേകമായ ചില അവസ്ഥകളും ഒക്കെയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് കാണാം, ജാഅ അഅറാബിയ്യുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ തുഖബ്ബിലൂന അസ്സുബ്യാന ഫമാ നുഖബ്ബിലുഹും. ഒരു അറബി, ഗ്രാമീണനായ ബദു എന്നൊക്കെ പറയുന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയുണ്ടായി. അയാൾ ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കുകയാണ്? അപ്പൊ റസൂലുള്ള കുട്ടികളെ ഉമ്മവെക്കുകയാണ്, ചുംബിക്കുകയാണ്. അവിടെ അത്ഭുതത്തോട് കൂടി ചോദിക്കുകയാണ്, നിങ്ങളെ കുട്ടികളെ ചുംബിക്കുകയാണ്? അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന മറുപടി എന്തായാലും فقال النبي صلى الله عليه وسلم أو أملك لك أن نزع الله من قلبك الرحمة. يا الله, അല്ലാഹു നിന്റെ മനസ്സിൽ നിന്ന് കാരുണ്യം തുടച്ചു നീക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയുമോ? കുട്ടികളെ ചിന്തിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾക്ക് അതൊക്കെ വലിയ മടിയാണ്. അല്ലെങ്കിൽ അവനവന്റെ വര പോകും, ഞാനൊരു ഉപ്പയാണ്, വല്യുപ്പയാണ്, കാരണവരാണ് എന്ന ഒരു ഡിമാൻഡ് കുറയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. യൗദുബില്ലാ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തന്നെ കൊണ്ട് കാണാം. മറ്റൊരു റിവായത്തിൽ ഉമ്മ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മാ ضرب റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമൻ വല ഇംറഅത്തുൻ ഖത്തു. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ഒരു വൃത്തിനെയും ജോലിക്കാരനെയും ഒരു സ്ത്രീയെയും ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ തല്ലിയിട്ടില്ല, അടിച്ചിട്ടില്ല. ഏതുവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെയുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 8-ാമത്തെയോ അല്ലെങ്കിൽ 10-ാമത്തെയോ വയസ്സ് മുതൽ സേവിച്ച മഹാനായ സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയാണ്, ഖദിംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ ഫമാ ഖാല ലി ഉഫ്ഫിൻ വലാ ലിമ സനഅത വലാ അലാ സനഅത മുത്തഫഖുൻ അലൈഹി. ഞാൻ 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിച്ചതിനിടക്ക്, നബിക്ക് ഖിദ്മത്ത് നടത്തിയതിനിടക്ക് ഛേ എന്നോ, എന്തിനാണ് നീ ചെയ്തത് എന്നോ, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നോ ഒന്നും അവിടുന്ന് എന്നോട് പറയുകയുണ്ടായിട്ടില്ല. നമ്മുടെ അധീനതയിലുള്ള ആളുകളോടുള്ള സമീപനം എന്താകണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. ജോലിക്കാരെന്ന് പറഞ്ഞാൽ കേവലം കൂലിക്കാരായി കാണുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവരുടെ പ്രശ്നങ്ങളും വിഷമതകളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതെവിടെയും ജോലിക്കാര് കേവലം കൂലിക്കാരല്ല എന്നർത്ഥം. സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, അന്ന മിസ്കീനതൻ മരിദത് فأخبر رسول الله صلى الله عليه وسلم بمرضها وكان رسول الله صلى الله عليه وسلم يعود المساكين ويسأل عنهم. ദരിദ്രയായ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് രോഗം ബാധിച്ച വിവരം, അവളുടെ രോഗിയാണ് എന്ന കാര്യം അല്ലാഹുവിന്റെ റസൂലിന് വിവരം കിട്ടി. പാവപ്പെട്ട ആളുകളെ അവരുടെ രോഗാവസ്ഥയിൽ സന്ദർശിക്കുകയും അയാദത്തുൽ മരീദ്, അവരെ കുറിച്ച് അന്വേഷിച്ചറിയുകയും ചെയ്യുന്ന ആളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗികൾ, പാവപ്പെട്ട ആളുകൾ, വിശ്വസിച്ച രോഗികളാണെങ്കിൽ അവരെ പോയി കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായിരുന്നു. فقال رسول الله صلى الله عليه وسلم اذا ماتت فآذنوني. നബി പറഞ്ഞു, ആ സ്ത്രീ അങ്ങനെ മരണപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് വിവരം തരണമെന്ന്. فأخرج بجنازتها ليلا وكرهوا أن يوقظوا رسول الله صلى الله عليه وسلم. രാത്രിയിൽ അവർ മരണപ്പെട്ടു. ആ രാത്രിയിൽ തന്നെ അവരുടെ ജനാസയുമായി അവർ പുറപ്പെട്ടു. ആ സമയം അല്ലാഹുവിന്റെ റസൂലിനെ ഉണർത്താൻ അവർ ഇഷ്ടപ്പെട്ടില്ല. നബി അവരെ അറിയിച്ചില്ല. നമ്മുടെ നാട്ടുപുറത്തൊരു വിശ്വാസം, എല്ലാതും മൺമറഞ്ഞതും കണ്ണിൽ കാണാത്തതും ഒക്കെ കാണുന്നവനെ റസൂലുള്ള. ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നബി അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ നബി അറിയിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം രാത്രിയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറക്കം മുടക്കേണ്ടതില്ല. فلما أصبح رسول الله صلى الله عليه وسلم أخبر بالذي كان منها فقال ألم آمركم أن تؤذنوني بها. നേരം പുലർന്നപ്പോ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം, ആ വിവരം അല്ലാഹുവിന്റെ റസൂലിന് ലഭിച്ചു. നബി പറഞ്ഞിരുന്നു അവരെ മരിച്ചെന്നെ അറിയിക്കണോ, പക്ഷെ അവരറിയിച്ചില്ലായിരുന്നു. ഇതറിഞ്ഞ് കൂടെ നബി പറഞ്ഞു അവരോട് പറഞ്ഞു, അവരെ കുറിച്ച് അറിയിക്കാൻ നിങ്ങളോട് ഞാൻ നിർദ്ദേശിച്ചതായിരുന്നില്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. അപ്പൊ സഹാബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കരിഹ്ന അൻ നൂഖിളക ലൈല. സഹാബികളുടെ നബിയോടുള്ള മഹബത്തിൽപ്പെട്ടത് കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂലേ,
രാത്രിയിൽ താങ്കളെ ഉണർത്താൻ ഞങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നതിനാലാണ് ഞങ്ങൾ അങ്ങൊന്നിനോട് പറയാതിരുന്നത്. فخرج رسول الله صلى الله عليه وسلم حتى صف بالناس على قبرها وكبر 4 تكبيرات. അന്നേരം അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെട്ടു. അവരുടെ ഖബറിനരികിൽ ജനങ്ങളെ അണിയണിയായി നിർത്തി 4 തവണ തക്ബീർ ചൊല്ലി അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് നമസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കാര്യം ഈ ഹദീസിൽ. ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയം, എളിമ, ആർദ്രത, സഹിഷ്ണുത. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു മയ്യത്ത് നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ പിന്നീട് അവരുടെ ഖബറിങ്കിൽ പോയി നമുക്ക് നിസ്കരിക്കാം എന്ന മസ്അല. അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്. എത്ര രോഗികളെയും എത്ര ജനാസ നമസ്കാരങ്ങളുമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒഴിവാക്കുന്നത്. നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്നിടത്ത് നമ്മുടെ കണ്ണിന്റെ മുന്നിലുള്ള പല രോഗികളെയും നമ്മൾ മറക്കുകയാണ്, മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്, അശ്രദ്ധരാകുകയാണ്. അതുപോലെ പല മയ്യത്ത് നമസ്കാരങ്ങളും പങ്കെടുക്കാനാകാത്തൊരവസ്ഥാ വിശേഷം. കാരണം എന്താ? ദുനിയാവിന്റേതായ ശോധകളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദുനിയാവിന്റെ വിഷയത്തിലും ഈ ദുനിയാവിൽ ഏറ്റവും അധികം അധ്വാനിച്ച തിരക്കുള്ള റസൂൽ, തിരക്കുള്ള സഹാബത്ത്, നമ്മളെക്കാളും തിരക്കുള്ള റസൂലും സഹാബത്തും അറിഞ്ഞാൽ ഒരു മയ്യത്ത് പോലും ഒഴിവാക്കിയിട്ടില്ല, നിസ്കരിക്കാതെ പറ്റിട്ടില്ല, ഒരു രോഗിയെ പോലും സന്ദർശിക്കപ്പെടാതെ പോയിട്ടില്ല. നമ്മൾ പഠിക്കേണ്ട കുറെ പാഠങ്ങളുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം നമ്മളെപ്പോഴും കേൾക്കുന്നത്. പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാതിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അവരുടെ ഖബറിങ്കൽ നബി പോയി നിസ്കരിച്ചതും ആയി മറ്റൊരു റിവായത്തുണ്ട്. ഞാൻ പലപ്പോഴും ഇന്നത്തെ ഖത്തീമുമാരും ഖാദിമാരൊന്നും പലപ്പോഴും തയ്യാറാക്കാറില്ല, ആരും തയ്യാറാകാറില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളാണ്. ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ വിഷയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച അതീവ താല്പര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവങ്ങളിൽപ്പെട്ടതായി. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം അത് കരുണയുടേതാണ്, വിട്ടുവീഴ്ചയുടേതാണ്, വിനയത്തിന്റേതാണ്. അങ്ങനെ സകല നല്ല ഗുണങ്ങളുടെയും കേന്ദ്രമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണ് ഈ ആയത്തിന്റെ വാക്യം. ആ വാക്യാണ് ആ ആയത്തിന്റെ ശറഅ്. അതെന്താ? അല്ലാഹുവിന്റെ റസൂലിൽ മാതൃക ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശക്കാരനായ വ്യക്തിക്ക് റസൂലിൽ മാതൃകയില്ല, തോന്നിവാസിക്ക് മാതൃകയില്ല, തമ്മാടിക്ക് മാതൃകയില്ല, പലിശക്കാരന് മാതൃകയില്ല, വൃത്തികെട്ടവന് മാതൃകയില്ല. ആർക്കാണ് മാതൃക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കതീറാ. തൊട്ടായത്ത അതിന്റെ തൊട്ടുബാക്കി ആഖിറത്തെ കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കുന്ന, അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കുന്ന ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവർക്ക് റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്. അള്ളാഹു നമ്മളെ ആ കൂട്ടിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം? 7-ാം അധ്യായം സൂറത്ത് അഅറാഫ് 199-ാമത്തെ ആയത്ത്. നബിയോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅറൂഫ് വഅഖ്രിദ് അനിൽ ജാഹിലീൻ നബിയെ, താങ്കൾ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ വിട്ട്, ജാഹിലീങ്ങളെ വിട്ട് താങ്കൾ തിരിഞ്ഞു കളയുകയും ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഫീ ഖൗലിഹി തആല ഖുദിൽ അഫ് ഖാല ഉമിറ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഅഖുദൽ അഫ്വ മിൻ അഖ്ലാഖിൻ നാസ്. നീ മാപ്പ് സ്വീകരിക്കുക എന്ന അല്ലാഹുവിന്റെ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് മനുഷ്യരുടെ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മാപ്പ് സ്വീകരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആജ്ഞാപിച്ചിരിക്കുകയാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മോശക്കാരുണ്ടാവും. ഏതൊരാളോടും അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപനം മാതൃകാപരമാണ്. നമ്മൾ പലപ്പോഴും സ്വതക്ക ചോദിച്ചിട്ട് മുഹമ്മദെ എന്തെങ്കിലും കൊണ്ട എന്ന് പറഞ്ഞിട്ട് ആ തട്ടം പിടിച്ച് വലിച്ച് അവസാന നബിയുടെ കഴുത്തിൽ മുറിവിന്റെ പാടുവന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്.
അവിടെ പോലും വിട്ടുവീഴ്ച കാണിച്ച ഔദാര്യവാനായ ഉദാരതയുടെ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സ്വഭാവത്തിന്റെ ലോകത്തിൽ കടന്നുപോയി അത്ഭുതപ്പെട്ടു പോകും. നമ്മള് പഠിക്കേണ്ട കുറെ പാഠങ്ങളുണ്ട്. അബൂ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല പറയാം, സഅൽതു ആയിഷത റളിയല്ലാഹു അൻഹാ عن خلق رسول الله صلى الله عليه وسلم فقالت لم يكن فاحشا ولا متفحشا. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ഞാൻ ആയിഷ ഉമ്മയോട് ചോദിച്ചു, നമ്മുടെ ഉമ്മ ആയിഷയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വലാ സഖാബൻ ഫിൽ അസ്വാഖ് വലാ യജ്സി ബിസ്സയ്യിഅതി സയ്യിഅത വലകിൻ യഅഫു വയസ്ഫഹു. ഇമാം തിർമിദിയും ഇമാം അഹ്മദും ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ, ദുഷ്ട സ്വഭാവമുള്ളയാളോ ദുഷ്ടത പ്രകടിപ്പിക്കുന്നയാളോ അല്ല റസൂൽ. ദുഷ്ടത അള്ളാന്റെ റസൂൽ പ്രകടിപ്പിക്കാറില്ല, നബിയുടെ സ്വഭാവത്തിൽ അതില്ല. രണ്ടാമത്തത് അങ്ങാടി വല സഖാബൻ ഫിൽ അസ്വാഖ്. നമ്മുടെ പഴയ മുസ്ലിങ്ങളിൽ നമ്മൾ കാണുന്നത് അങ്ങാടിയിൽ കച്ചറ ഉണ്ടാക്കുന്നവരായിട്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ ബഹളം ഉണ്ടാക്കുന്നവരാണല്ല എന്നും നബിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ലത്. പിന്നെയോ തിന്മക്ക് ഫലമായി, തിന്മക്ക് പ്രതിഫലമായി തിന്മ നൽകാറുണ്ടായിരുന്നില്ല, മറിച്ച് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിന്റെ അനവധി നിരവധി ഗുണങ്ങൾ നമ്മളെന്താ പറയാ, വല്ലാഹി ഒരിക്കലും ഞാൻ പൊറുക്കൂല എന്ന് പറയാം. അതിന് അള്ളാഹിനെ കൊണ്ടുപിടിക്കാം. അള്ളാഹ് ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ്. ആ ഗഫൂറായ റബ്ബിനെ വെച്ചിട്ട് നമ്മൾ പറയാം, വല്ലാഹി ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല എന്ന് പറയുന്ന വൃത്തികെട്ട മനോനിലവാരമുള്ള ആളല്ല. അള്ളാഹുവിന്റെ റസൂല് മാപ്പ് കൊടുക്കുന്നവരാണ്. റസൂലിന്റെ സ്വഹാബത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ പക കൊണ്ട് നടക്കുന്ന ഒരു മനസ്സ്, അതും നമുക്ക് ഒരിക്കലും പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. പക കൊണ്ട് നടക്കാം. പ്രത്യേക ദ്വാനുണ്ട്, വിശ്വസിച്ചവരോട് ഞങ്ങളുടെ മനസ്സിൽ യാതൊരു വിദ്വേഷവും ഉണ്ടാക്കരുതേ അല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, വിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥന. ഹസദ്, കോപം, അങ്ങേയറ്റത്തെ വഞ്ചിക്കുന്ന മനോഭാവം, ഇതൊന്നും തന്നെ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് പാടുള്ളതല്ല, മനുഷ്യരോട് തന്നെ പാടില്ല. പിന്നല്ല മുസ്ലിങ്ങൾ തമ്മിൽ ഏതുവരെ എന്ന് വെച്ചാല് പിണങ്ങി 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 അവസാനം മരിക്കുന്നത് വരെ മിണ്ടാത്ത ആൾക്കാരാണ്. നമുക്ക് നിങ്ങളെ 3 ദിവസത്തിനപ്പുറത്തേക്ക് പിണക്കങ്ങൾ പോലും 3 ദിവസത്തിനപ്പുറത്തേക്ക് കടന്നു പോകരുന്നതാണ്. എത്ര കാലായി ഏട്ടനും അഞ്ചനും തമ്മിൽ മുണ്ടിയിട്ട്, എത്ര കാലായി ഭാര്യ ഭർത്താവും തമ്മിൽ മുണ്ടിയിട്ട്, എത്ര കാലായി രക്ഷിതാക്കളും മക്കളും തമ്മിൽ വേണ്ടിയിട്ട്, ആങ്ങളി പങ്ങളും തമ്മിൽ വേണ്ടിയിട്ട്, ഏട്ടന്റെ മക്കളും അഞ്ചന്റെ മക്കളും തമ്മിൽ വേണ്ടിയിട്ട്. 2 കൂട്ടർ നിസ്കരിക്കുന്നു, 2 കൂട്ടർ നോമ്പ് നിൽക്കുന്നു, 2 കൂട്ടർ പള്ളിയിൽ പോകുന്നു, പക്ഷെ പരസ്പരം മിണ്ടുന്നില്ല. റസൂലിന്റെ സ്വഭാവമല്ല, നബിയുടെ സ്വഹാബത്തിന്റെ സ്വഭാവമല്ല. അതുകൊണ്ട് നബിയുടെ സ്വഭാവം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹാ, അവരെ തൊട്ട് കാണാം നബിയുടെ സ്വഭാവം. എന്താ നബിയുടെ സ്വഭാവം? കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിശ്ചയമായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണ് നിലനിൽക്കുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഹദറുൽ ഉമ്മ തർജുമാനുൽ ഖുർആൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഇന്നക ലഅലാ ദീനിൻ അളീം വഹുവ അൽ ഇസ്ലാം, താങ്കളുടെ സ്വഭാവം മഹത്തായ ദീനിലാണ് അഥവാ ഇസ്ലാമിലാണ് എന്നതിന് വിശദീകരണം കൊടുക്കാൻ ഈ ആയത്തിന്റെ തഫ്സീറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന കുറെ സംഗതികൾ കൊടുക്കുന്നിടത്ത് കാണാം. അബൂ ഹുറൈറയെ തൊട്ട് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു, ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ സാലിഹൽ അഖ്ലാഖ്, ഏറ്റവും നല്ല ഗുണത്തിന്റെ ആ ഉടമയായി അല്ലാഹു തആല എന്നെ നിയോഗിച്ചിരിക്കുന്നു.
ലിഉതമ്മിമ പരിപൂർണമായ സ്വാലിഹൽ അഖ്ലാഖ് നല്ല സ്വഭാവത്തിന്റെ പരിപൂർണതയുള്ളവനായി അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാണ്? അള്ളാഹുവിന്റെ പടപ്പുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ആ മാതൃക പിൻപറ്റാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ആയത്തിന്റെ വിവരണങ്ങൾ കാണുന്നിടത്ത് കാണാം, ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് സ്വഹീഹ് മുസ്ലിം 746 ഫഇന്ന ഖുലുഖ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അൽ ഖുർആൻ. നമുക്ക് അറിയുന്ന വിഷയം. ഇത് പറഞ്ഞിട്ട് കാണാം സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു തആല മറ്റൊരു റിവായത്ത്, ഖുൽതു യാ ഉമ്മുൽ മുഅ്മിനീൻ, ഞാൻ ഉമ്മയോട് ചോദിച്ചു, ആയിഷയോട് ചോദിച്ചു, ഹദ്ദിസ്നി അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്വഭാവത്തെ കുറിച്ച് ഉമ്മ എനിക്ക് പറഞ്ഞു തന്നാലും. ഖാലത്, അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കണം. ആരോ ഉമ്മ? നമ്മുടെ കുഞ്ഞുമ്മ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്, യാ ബുനയ്യ, മോനെ, മാ തഖറഉൽ ഖുർആൻ ഖാല അല്ലാഹ് ഫഇന്നക ലഅലാ ഖുലുഖിൻ അദീം ഖുലുഖു മുഹമ്മദിൻ അൽ ഖുർആൻ. ഈ ആയത്ത് നീ ഓതിയിട്ടില്ലേ? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം ഖുലുഖു മുഹമ്മദിൻ അൽ ഖുർആൻ. മുഹമ്മദിന്റെ സ്വഭാവം അത് അൽ ഖുർആനാണ് എന്ന് ഉമ്മ ആയിഷ റളിയല്ലാഹു തആല ഓതി കൊടുക്കാൻ. എത്ര എത്ര വ്യത്യസ്തമാണ്. നമ്മളിങ്ങനെ കടന്നുപോയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ 23 കൊല്ല കാലഘട്ടത്തിലെ ജീവിതത്തിലേക്ക് ചെന്നാൽ അതിൽ ഏറ്റവും ഒന്നാമത് റസൂൽ ബന്ധം പുലർത്തിയത് മുഅ്മിനുകളുമായിട്ടാണ്. വിശ്വാസികളോട് ഏറ്റവും ബന്ധമുള്ളവരാണ് റസൂൽ. ഹദീസിൽ കാണാം മുത്തഫഖുൻ അലൈഹി ഹദീസ്. എന്താണ് ആയത്ത്? ഹദീസ് എന്താണ്? അന ഔലൻ നാസ് ബിൽ മുഅ്മിനീന ഫി കിതാബില്ലാഹി അസ്സ വജൽ ഫഅയ്യുകും മാ തറക ദൈനൻ ഔ ളൈഅതൻ ഫദ്ഉനി. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ജനങ്ങളിൽ വെച്ച് മുഅ്മിനുകളോട് ഏറ്റവും അടുത്തവൻ ഞാനാകുന്നു. മുഅ്മിനുകളോട് ഏറ്റവും അടുത്തവൻ ആരാ? ഞാനാകുന്നു. ആയത്തിന്റെ വിശുദ്ധ ഖുർആനിൽ പറയും. ആയത്ത് തന്നെ കാണാം 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 6-ാമത്തെ ആയത്ത് സമാനമായി. എന്നിട്ടോ, നിങ്ങളിൽ ആരെങ്കിലും കടമോ പ്രാരബ്ധക്കാരായ അനന്തരാവകാശികളെയോ അവശേഷിപ്പിച്ചുകൊണ്ട് മരണമടഞ്ഞാൽ അത് വീട്ടാൻ നിങ്ങൾ എന്നെ വിളിച്ചുകൊള്ളുക. ഫഅന വലിയ്യുഹു, ഞാനാണ് ആ മുഅ്മിനിന്റെ രക്ഷാധികാരി. നിങ്ങൾ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മുഴുവനും ഏറ്റെടുക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ പ്രിയമുള്ളവരെ, ആ റസൂലിന്റെ അനുയായികളായ നമ്മളോ? വീണ്ടും കാണാം, വഅയ്യുകും മാ തറക മാലൻ ഫൽയുംതർ ബിമാലിഹി അശ്റതഹു മൻ കാൻ. നിങ്ങളിൽ ആരെങ്കിലും സമ്പത്ത് വിട്ടേച്ചിട്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അവന്റെ സമ്പത്തിന്റെ അവകാശികൾ ആരായാലും അവരത് അനന്തരമെടുക്കുകയും ചെയ്യട്ടെ. എന്താണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്? കടവും പ്രാരാബ്ധവും ഉള്ളവനായാണ് ഒരാൾ മരണപ്പെട്ടു പോയതെങ്കിൽ അവന്റെ കടവും പ്രാരാബ്ധവും ഞാൻ ഏറ്റെടുക്കും. അതല്ല, സമ്പത്തുള്ളവനായിട്ടാണ് ഒരാൾ മരണപ്പെട്ടു പോയതെങ്കിൽ ആ സമ്പത്ത് ഞാൻ ഏറ്റെടുക്കില്ല, അത് അതിന്റെ അവകാശികൾക്ക് തന്നെ നൽകും. കഷ്ടപ്പെട്ടവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, അവന്റെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, ആശ്വാസം നൽകുന്ന ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വിമർശകൻ മുഹമ്മദ് മുസ്തഫയുടെ 23 വർഷ കാലഘട്ടത്തിലെ ജീവിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, എത്ര അത്ഭുതം. നബി ആടിനകത്ത് സംഭവമുണ്ട്, ഉളുഹിയ്യ. ആ ഉളുഹിയ്യ ഇറക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വാചകം അറിയില്ല. സമുദായത്തെ സ്നേഹിച്ച നബി പറഞ്ഞ വാചകം അത്ഭുതം തോന്നിപ്പോക. വാചകം കണ്ട എന്താണ്? റസൂൽ പറഞ്ഞത്, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ, അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുവിന്റെ മുഹമ്മദിന്റെ പക്കൽ നിന്ന് സ്വീകരിക്കണേ. വആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കണേ. വമിൻ ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഉമ്മത്തിന്റെ പക്കൽ നിന്ന് നീ സ്വീകരിക്കണമേ. സുമ്മ ളഹ്ഹാ ബിഹി, പിന്നീട് അദ്ദേഹം അതിനർത്ഥമാണ്. അവിടെ പോലും നബി സമുദായത്തെ കൂടെ കൂട്ടുകയാണ്. എന്നാൽ ഈ ഉമ്മത്തോ, നമ്മളോ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിന്റെ സച്ചരിതങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി റസൂലുള്ളാഹിനെ പൂർണ്ണമായി ഇത്തിബാഅ ചെയ്യുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله
حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എളിമയുടെ, കാരുണ്യത്തിന്റെ, വിനയത്തിന്റെ, സഹിഷ്ണുതയുടെ, സഹാനുഭൂതിയുടെ, കൂട്ടിപ്പിടുത്തത്തിന്റെ എല്ലാ നിലക്കും മാതൃകയാണ് റസൂൽ. സൂചനകൾ മാത്രമേ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ പറ്റൂ. മഹാനായ അനസ് റളിയല്ലാഹു തആല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അനസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖിദ്മ ചെയ്ത അനസ്, മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോൻ അനസ്. അനസ് റളിയല്ലാഹു പറയുന്നത്, അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം പറയുന്നത്, ഇന്നഹു മർറ അലാ സുഫിയാൻ ഫസല്ലമ അലൈഹി. കുറച്ച് കുട്ടികൾ കൂടി നിൽക്കുന്നിടത്ത് കൂടി കടന്നുപോയപ്പോൾ, കുറെ മക്കൾ ഒരു ഭാഗത്ത് കൂടി നിൽക്കുന്നുണ്ട്, കുറെ ചെറിയ കുട്ടികൾ. അപ്പൊ അദ്ദേഹം അവരോട് സലാം പറഞ്ഞതാണ്, കുട്ടികളോട് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്നറിയോ, وقال كان النبي صلى الله عليه وسلم يفعله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ചെറിയ മക്കളെ കണ്ടാൽ നബി സലാം പറയാറുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? ചെറിയ കുട്ടികളെ പരിഗണിക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരോട് സലാം പറയുന്ന, നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു സുന്നത്താണ്. മാത്രമല്ല, ഇന്നൊരാൾ അങ്ങനെ ചെയ്താൽ അയാളെ വില കുറച്ച് കണ്ടൊരവസ്ഥ. അയാളെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പണിയെ പറ്റി നമ്മൾ വിലയിരുത്താൻ അല്ലെ? ചെറിയ മക്കളോട് കനിവ് കാണിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം വിശാലമാണ്. അല്ലാഹു നൽകിയ വലിയൊരു റഹ്മത്താണ്. ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, ലൗ ദുഈതു ഇലാ ഖുറാഇൻ ഔ ദിറാഇൻ ലഅജബ്തു വലൗ ഉഹ്ദി ഇലയ്യ ഖുറാഉൻ ഔ ദിറാഉൻ ലഖബിൽതു. ഒരാടിന്റെ കുളമ്പിനോ അല്ലെങ്കിൽ ഒരാടിന്റെ തണ്ടങ്കാലിനോ വേണ്ടി എന്നെ ക്ഷണിച്ചാലും ഞാൻ ആ ക്ഷണം സ്വീകരിക്കുന്നതാണ്. ഒരാടിന്റെ കുളമ്പോ ഒരാടിന്റെ തണ്ടങ്കാലോ സമ്മാനിച്ചാലും ഞാനത് വാങ്ങുന്നതാണ് എന്ന് ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തണ്ടങ്കാല്, കുളമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വിലയും കാണാത്ത സാധനം. അവൻ തന്നൊരു സാധനം, അവന്റെ മുഖത്ത് കിണറിയാ വേണ്ടതൊക്കെ നമ്മൾ ചിലപ്പോ കമന്റ് പറയും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ എഴുതില്ലതാണ്. എത്ര നിസ്സാരമായതാണെങ്കിൽ, നല്ലതും ത്വയ്യിബും ഹലാലുമായ, എത്ര ചെറിയതായാലും, എത്ര വില കുറഞ്ഞതായാലും, എത്ര നിസ്സാരമെന്ന് തോന്നുന്ന ഒരു വസ്തുവായാലും, അത് ഭക്ഷണമാകട്ടെ പാനീയമാകട്ടെ, അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും അത് സമ്മാനമായി കിട്ടിയാലും അള്ളാഹുവിന്റെ റസൂൽ സ്വീകരിക്കാറുണ്ടായിരുന്നു. നാമും അത് സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, ലോകത്തെ ഏറ്റവും വില കൂടിയ റസൂൽ ഏറ്റവും വില കുറഞ്ഞതുപോലും സ്വീകരിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വില കൂടിയത് അല്ലാഹുവിന്റെ റസൂലാണ്. അതിലും വലുത് വേറൊന്നുമില്ല. ആ റസൂല് പോലും വില കുറഞ്ഞത് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളോ? എത്ര സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളെ പരിശോധിക്കുന്നിടത്ത് കാണുന്ന കുറെ മേഖലകൾ. ഞാൻ ഓരോന്നും പറഞ്ഞ് നമുക്ക് തീരുല, അത്ര സൂചനകൾ മാത്രം. അള്ളാഹു പറഞ്ഞു നബിയുടെ എളിമയെ സംബന്ധിച്ചത്, താങ്കളെ പിന്തുടർന്ന മുഅ്മിനുകൾക്ക് താങ്കളുടെ ചിറക് താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. താങ്കളെ പിന്തുടർന്ന മുഅ്മിനുകൾക്ക് താങ്കളുടെ ചിറക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. അവരോട് അനുകമ്പയോടെയും കനിവോടെയും കൂടി പെരുമാറണം. അതങ്ങനെ തന്നെ പ്രകടിപ്പിച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ കാണുന്ന ധാരാളം രംഗങ്ങളിൽ ചിലത്, അതിലൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ കൊണ്ട് സൂചിപ്പിക്കാം. നബിക്ക് വേണ്ടി ഖിദ്മ ചെയ്തിരുന്ന ഒരു യഹൂദ ബാലനുണ്ടായിരുന്നു. യഹൂദനായി മുസ്ലിമായിട്ടില്ലായിരുന്നു. പക്ഷേ ആ കുട്ടി രോഗിയായ ആ കുട്ടിയെ അല്ലാഹുവിന്റെ റസൂല് കാണാൻ ചെല്ലുന്നിടത്ത് നബി ആ കുഞ്ഞിനോട് കാണിച്ചൊരു കനിവുണ്ട്. കാന ഗുലാമുൻ യഹൂദിയ്യുൻ يخدم النبي صلى الله عليه وسلم فمرض فأتاه النبي صلى الله عليه وسلم يعود فقعد عند رأسه فقال له أسلم.
ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. നബിക്ക് ഹിദ്മ ചെയ്തിരുന്ന യഹൂദിമാരൻ അവരെ സുഖല്ലേതെ അല്ലാഹുവിന്റെ റസൂൽ അവരെ സന്ദർശിക്കാൻ ചെന്നു. അവന്റെ തല വെച്ച ഭാഗത്തിരുന്നു. ഒരു രോഗിയെ പോലെ സന്ദർശിക്കുമ്പോൾ അവന്റെ കാലിലോട്ടില്ല, തലയുടെ ഭാഗത്ത് നിൽക്കുക. എന്നിട്ട് അവരോട് പറഞ്ഞതറിയാം, കാരണം എനിക്ക് മുസ്ലിമല്ല. ഫഖാല ലഹു അസ്ലിം. ആദ്യത്തെ ഉപദേശം മരുന്ന് കുടിക്കണട്ടോ, കഞ്ഞി കുടിക്കണട്ടോ, നേരാവണ്ണം ഉഷാറാകട്ടോ, അപ്പൊ അവനൊക്കെ കേട്ടൊന്നല്ല. ആദ്യം പറഞ്ഞത് അസ്ലിം, കുഞ്ഞുമോനെ നീ മുസ്ലിമാകുക. എല്ലാ ശബ്ദവും അതിലൂടെ പരിഹരിക്കപ്പെടാം, സ്വർഗം അതിലൂടെ ലഭിക്കാം. അസ്ലിം, നീ മുസ്ലിമാകുക. ഫനദറ ഇലാ അബീഹി. അപ്പൊ കുട്ടി തന്റെ വാപ്പയായ യഹൂദനിലേക്ക് നോക്കി. വഹുവ ഇൻദഹു. ആ വാപ്പന്റെ അടുത്ത് നോക്കണം. ഫഖാല. അപ്പൊ വാപ്പ പറഞ്ഞു, അത്തി അബുൽ ഖാസിം, നീ അബുൽ ഖാസിമിനനുസരിച്ചു. നബിയുടെ ഓമനപ്പേരാണ്. നബി അല്ലാതെ വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു വിഷയം. ഫഅസ്ലമ. അപ്പൊ ആ കുട്ടി മുസ്ലിമായി. രോഗിയെ സന്ദർശിക്കുന്നിടത്തുള്ള ദഅവത്ത്, രോഗിയെ സന്ദർശിക്കുന്നിടത്തുള്ള നസീഹത്ത്, രോഗിയെ സന്ദർശിക്കുന്നത് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. فخرج النبي صلى الله عليه وسلم وهو يقول الحمد لله الذي أنقذه من النار. അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പുറത്തു പോകുന്നത്. ഹിദായത്ത് കിട്ടുക എന്നത് ഏറ്റവും പ്രധാനമായ വിഷയമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനെ എന്തുമായി റഹ്മാനായ റബ്ബയച്ചോ അതിൽ ആ കുട്ടി വിശ്വസിക്കുകയാണ്. നബിയുടെ ദൗത്യം വിജയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നബിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ അങ്ങനെ കടന്നു വന്നാൽ കാണുന്ന കുറേ രംഗങ്ങൾ. ജനങ്ങൾ സത്യം സ്വീകരിക്കാത്തതിൽ മനംനൊന്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട റസൂലിന്റെ ചിത്രം കാണുക. ഞാൻ ചെറിയ ചുരുക്കി പറയാം. സൂറത്ത് അൽ കഹ്ഫ് നമ്മുടെ നോദിയിലുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ. അതിനാൽ ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അവർ പിന്തിരിഞ്ഞു പോയതിൽ അതിനുള്ള ദുഃഖത്താൽ, വേദനയാൽ, പരിഭ്രമത്താൽ താങ്കൾ എന്തെയും ജീവൻ എടുക്കുന്നവരായിരിക്കും. താങ്കൾക്ക് താങ്കളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കും. അത്രത്തോളം താങ്കൾ ദുഃഖിതനാണ് ഈ ആളുകൾ ദീനിലേക്ക് വരാത്തതിന്റെ പേരിലാണ്. നോക്കൂ, നിങ്ങൾ ഏതൊന്നുമായാണോ അള്ളാഹ് അദ്ദേഹത്തെ അയച്ചത് അതിൽ ആളുകൾ സ്വീകരിക്കണം എന്നതിലുള്ള അമിതമായ താല്പര്യവും ആഗ്രഹവും, സമുദായത്തോട് മനുഷ്യനോട് സ്നേഹമുള്ള ഒരു റസൂൽ. ഞാൻ അവസാനിപ്പിക്കാം. 40-ാമത്തെ വയസ്സിൽ ഹിറയിൽ നിന്ന് നുബുവത്തുമായി ഇറങ്ങി വന്നു. ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. യാ അയ്യുഹൽ മുദ്ദത്തിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വദിയാബക ഫതഹ്ഹിർ എന്നിങ്ങനെ തുടങ്ങിയ ആയത്തോടു കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്ത് ലഭിച്ചു. നബിയും റസൂലുമാണ്. അങ്ങനെ നീണ്ട 23 വർഷ കാലയളവ്, 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, ഈ ഉമ്മത്തിന് വേണ്ടിയാണ്, ലോകർക്ക് വേണ്ടിയാണ്, ആളുകൾക്ക് വേണ്ടിയാണ്. എല്ലാ പ്രയാസവും സഹിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ റസൂലിനെ നാം ഉൾക്കൊള്ളണം, ആ റസൂലിനെ നാം പിൻപറ്റണം. ഇന്നല്ലാഹ ബഅസനി റഹ്മതൻ. അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹു എന്നെ നിയോഗിച്ചത് റഹ്മത്തായിട്ടാണ്, ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും, വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും ഹുദയുമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും മറ്റ് ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള 23 വർഷ കാലഘട്ടത്തിലെ ത്യാഗോജ്വലമായ ജീവിതം. എന്തിന്റെ പേരിലാണ് നബി പ്രയാസങ്ങൾ സഹിച്ചത്? എന്തിന്റെ പേരിലാണ് നബി ആക്ഷേപിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് നബി കഷ്ടതകൾ സഹിച്ചത്? യഹൂദന്മാർ ഇരിക്കുന്ന പാറയുടെ തൊട്ട് നേരെ നിന്ന് പാറക്കല്ലുരുട്ടിയിട്ട് കൊല്ലാൻ നോക്കിയത് എന്തിന്റെ പേരില്? ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാൻ നോക്കിയത് എന്തിന്റെ പേരില്? ഈ ഇസ്ലാമിന്റെ പേരിലാണ്. തൗഹീദിന് വേണ്ടി, ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിൽ എല്ലാ വേദനകളും യാതനകളും പ്രയാസങ്ങളും മുഴുവനും സഹിച്ചു. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ റസൂൽ ഏറെ ആഗ്രഹിച്ചത് ഉമ്മത്തിനെയാണ്, ഉമ്മത്തി എന്നാണ്.
പ്രത്യേകിച്ച് ഉമ്മത്തിനോട് പ്രത്യേകമായി കരുണമുള്ള, സ്നേഹമുള്ള, ആർദ്രതയുള്ള, കനിവുള്ള, വിനയമുള്ള ലോകരുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആ റസൂലിന്റെ സ്വഭാവങ്ങളെ മുഴുവനായി ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുടി പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അല്ലാഹുവിന് തൃപ്തികരമായത് മാത്രം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രീതിയിലും അപകടങ്ങളിലും വിട്ടുകൊണ്ടിട്ട് മരണമടഞ്ഞവരുണ്ട്. അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം ആപത്തുകളിൽ അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ച് മരിപ്പിച്ചാലും ഈമാനോടുകൂടി കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ കബറിടങ്ങളെ വിശാലമാക്കി അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും ചെയ്യുമാറാകട്ടെ. ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും കൂടുതൽ അല്ലാഹുവിന്റെ ദീനിൽ ഖിദ്മ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون. اللهم صل وسلم على نبينا محمد.